കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ള മീശ പോലും മുളയ്ക്കാത്ത ആ പയ്യൻ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവനൊരു അവസരം ലഭിക്കുന്നത് സ്കൗട്ടിൻ്റെ പ്രതീതി നിലയിലേക്ക്. അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ജോൺ എഫ് കെന്നഡിയുടെ വസതിയിൽ ചെന്ന് കണ്ട്, വെള്ളക്കൊട്ടാരത്തിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്നതിന് ഒരു അവസരം ലഭിക്കുകയാണ്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള അന്നത്തെ ജോൺ എഫ് കെന്നഡിയുടെ മുന്നിലുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തോട് ബഹുമാനത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേവലം 3 മിനിറ്റ് സമയം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പിന്നിൽ നിന്നും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആ ഗാർഡ് വന്ന് ആ കുട്ടിയെ തട്ടി വിളിക്കുന്നത്. പ്ലീസ്, നിങ്ങളുടെ സമയം കഴിഞ്ഞു. തലകുനിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡൻറ്റിനെ സന്ദർശിക്കാനും സംസാരിക്കാനുള്ള അവസരം ലഭിച്ചതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട്, നന്ദി അറിയിച്ചുകൊണ്ട് എഴുന്നേറ്റ് തിരിച്ചു പോവുകയാണ്. 5 or 6 അടി സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതിന് ശേഷം ഈ കുട്ടി വീണ്ടും അമേരിക്കൻ പ്രസിഡൻറ്റിന് അഭിമുഖമായിക്കൊണ്ട് തിരിഞ്ഞ് പ്രസിഡൻറ്റിനോട് പറയുകയാണ്, സർ, നൗ ഐ ആം ലീവിങ്. ഞാനിപ്പോൾ പോകുകയാണ്, പക്ഷേ ഞാൻ വീണ്ടും തിരിച്ചു വരും. ഐ വിൽ കം ബാക്ക് ടു ദാറ്റ് സീറ്റ് വൺ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കൊട്ടാരത്തിലെ ആ സിംഹാസനത്തിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടോ പറയുന്നത്, സർ, ഞാൻ ഇപ്പോൾ പോകുന്നു, പക്ഷേ ഞാൻ ഒരിക്കൽ തിരിച്ചു വരും ആ ചെയറിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻ്റായി ഞാൻ തിരിച്ചു വരും എന്നാണ് ആ കുട്ടി തിരിച്ചു പോകുമ്പോൾ പറയുന്നത്. എത്ര വലിയ നിശ്ചയദാർഢ്യമാണെന്ന് നമ്മൾ നോക്കണം. 18 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വിചാരിക്കും ഇതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരു വാശിക്ക് പറഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ കരുതും. അല്ല, ഈ കുട്ടി വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ പറയുന്നത്, ഞാൻ ആ ചെയറിലേക്ക് തിരിച്ചു വരും. ഈ കുട്ടിയുടെ ഒറ്റ ഉദ്ദേശം ഇത്രയും ഉള്ളൂ, എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസിഡന്റിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രോമിസ് പറഞ്ഞുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് 10, 35, 40 വർഷങ്ങൾക്ക് ശേഷം ലോകം കാണുന്നത് ആ കുട്ടി തിരിച്ചു വരുന്നതാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടാണ് ആ കുട്ടി തിരിച്ചു വരുന്നത്. ആ കുട്ടിയുടെ പേരാണ് ബിൽ ക്ലിൻ്റൺ എന്നുള്ളത്. ബിൽ ക്ലിൻ്റൺ തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റായി മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. കാരണം ഈ കുട്ടി 35 വർഷങ്ങൾക്ക് മുമ്പ് ആ ചെയറിനെ നോക്കി പറഞ്ഞ കാര്യമാണ്, ഞാൻ അങ്ങോട്ട് വരുമെന്നുള്ളത്. അന്ന് ആ ഗാർഡ് ഈ കുട്ടിയെ വിളിച്ച് എണീപ്പിച്ചിട്ട് പറയുകയാണ്, സർ, നിങ്ങളുടെ സമയം കഴിഞ്ഞു. കുട്ടിയോട് പറയുകയാണ്, വളരെ ബഹുമാനത്തോടുകൂടി തന്നെ പറയുന്നത്, നിങ്ങളുടെ സമയം കഴിഞ്ഞു. പക്ഷേ കുട്ടി തിരിച്ചു പോകുമ്പോൾ പറയുന്ന വാക്കാണ്, ഞാൻ ആ ചെയറിലേക്ക് വിൽ കം ബാക്ക് ടു വൺ ഡേ ദാറ്റ് ചെയർ, ആ ചെയറിലേക്ക് ഞാൻ തിരിച്ചു വരുന്നുള്ളത്. അതാണ് പാലിച്ചത് എന്നുള്ളത്. അപ്പോൾ നീണ്ട 35-40 വർഷക്കാലം ഈ കുട്ടി പിന്നീട് പരിശ്രമിക്കുന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി മറ്റെല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കമ്മിറ്റഡായി അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ജീവിച്ച് അതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.